பேச்சலாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. എന്നാലും എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ പറ്റിയേ? നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കിയാലോ? ഈശ്വര, ഹോസ്പിറ്റലെങ്ങാനും പോയ തീർന്ന്. പാടില്ല, ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല. മോളെ മോക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാതെ വൊമിറ്റ് ചെയ്തതിന്റെ ക്ഷീണം അത്രേ ഉള്ളൂ. എന്നാലും മോളെ എനിക്ക് നമുക്ക് ഡോക്ടറെ കാണിച്ചേക്കാം. അതെ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. ഇനിയും ഞാൻ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല. അല്ലെങ്കിൽ ഇവരിപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇത് തടയണം. എന്താ പറയാ? കണ്ണ, നീ എന്ത് നോക്കിയിരിക്ക? പോയി വണ്ടി എടുക്ക്. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ. അഞ്ജു, ദാ ഈ മെഡിസിൻ കഴിക്ക്. ഇത് എന്തിനുള്ള മെഡിസിനാ മോളിപ്പോ കഴിച്ചേ? അത് വോമിറ്റിങ്ങിനുള്ള മെഡിസിനാ അമ്മ. ആക്ച്വലി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു. ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ അഞ്ജുവിന് സീ ഫുഡ് അലർജിയാ. സോ ഞാൻ അവളെ ഒത്തിരി നിർബന്ധിച്ച് അത് കഴിപ്പിച്ചു. അപ്പോൾ അവൾക്കത് പറ്റിയില്ല. അതാ അവൾ ഇന്ന് വോമിറ്റ് ചെയ്ത്. ഞങ്ങൾ ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചതാ. ആ മെഡിസിനാ ഇത്. എന്റെ പൊന്നോ, സമ്മതിക്കണേ ഇവര്. എത്ര പെട്ടെന്ന് ഇങ്ങനൊരു കഥ മെനഞ്ഞ്. അല്ലെങ്കിലും ഇല്ലാ കഥ പറയാൻ ഇത് സൂപ്പറല്ലേ? അതില് കിങ്ങാണല്ലോ. ആണോ മോളെ? മോക്ക് സീ ഫുഡ് അലർജി ആണോ? എന്നാ പിന്നെ എന്തിനാ കണ്ണ മോളെ കൊണ്ട് അത് നിർബന്ധിച്ച് കഴിപ്പിച്ചേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതമ്മ, സത്യമായിട്ടും അവൾക്ക് ഇങ്ങനെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവളെ ചുമ്മാ പറയാന്ന് കരുതിയിട്ടാ നിർബന്ധിപ്പിച്ച് കഴിച്ചേ. അപ്പൊ തന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചതാ. അല്ലെങ്കിലും നിനക്കെല്ലാം കളിതമാശയാണല്ലോ. എന്നെ പറഞ്ഞാ മതി. ലക്ഷ്മി, നിർത്ത്. ഇനിയിപ്പോ ഇതേപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. മോള് സുഖമില്ലാതെ ഇരിക്കല്ലേ? മോനെ കണ്ണ, നമുക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോയാലോ? മോളെ കണ്ടിട്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ഒരു വിളർച്ചയൊക്കെ പോലെ. നമുക്ക് എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കാം. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നലെ അല്ലേ ഡോക്ടറെ കാണിച്ചേ. മെഡിസിനൊക്കെ എടുക്കുമ്പോ ഒക്കെ മാറിക്കോളും. പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ഇപ്പൊ പോണം. എങ്ങോട്ട് പോണെന്ന്? അമ്മ എന്തീ സംസാരിക്കുന്നേ? ഒന്നും അറിയാത്ത പോലെ. ഞങ്ങൾക്കൊന്ന് തിരിച്ചു പോണ്ടേ? വേണ്ട. ഈ അവസ്ഥയിലാണോ നീ മോളെ കൊണ്ട് പോകുന്നേ? അതിന് മാത്രം എന്താ? ഇപ്പൊ അവൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് പോയേ പറ്റൂ. ഓക്കെ, നിനക്ക് പോണെന്നാണെങ്കിൽ നീ പൊക്കോ. പക്ഷെ മോള് വരില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. നീ ഒറ്റക്ക് അങ്ങോട്ട് പോയാ മതി. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അവൾ എന്നോട് ഞാൻ എങ്ങനെയാ ഒറ്റക്ക് പോവാ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയേ പറ്റൂ. നിനക്ക് എന്താ കണ്ട തീരെ ബോധമില്ലേ? മൂക്ക് അല്ലെങ്കിൽ സുഖമില്ല, പ്രത്യേകിച്ച് വൊമിറ്റിംഗ് ആണ്. അപ്പൊ യാത്ര ചെയ്താൽ ഇതിനൊരു ടെൻഡൻസി കൂടും. അതാ ഞാൻ പറയുന്നേ, നിങ്ങൾ ഇന്ന് പോവണ്ട. ഇനി നിനക്ക് പോയേ പറ്റുന്നാണെങ്കിൽ നീ ഒറ്റക്ക് പൊക്കോ. മോള് പിന്നെ വന്നോളൂ. ഓക്കെ, ഞാൻ ഒറ്റക്ക് പൊക്കോളാം. അമ്മ അവളോട് കൂടി ചോദിക്ക്, അവള് പറയട്ടെ. അവക്ക് ഇന്ന് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവള് വരണ്ട. ഇനിയെല്ലാം മാറിയിട്ടാണ് അവള് വരുന്നതെങ്കിൽ അതും അവളുടെ ഇഷ്ടം. അമ്മ എന്നെ ചോദിക്കൂ. മോള് തന്നെ പറ. മോക്ക് ഈ അവസ്ഥയില് ഇന്ന് തന്നെ അവന്റെ കൂടെ പോണോ? എനിക്കിവിടുന്ന് പോയാ മതിയെന്ന്. എന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞാൽ ഇനി എന്ത് വിചാരിക്കും? മര്യാദക്ക് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ എല്ലാ കള്ളത്തരും ഇപ്പം പൊളിയും. എന്താ മോളെ ഒന്നും മിണ്ടാത്തെ? മോള് പറ. മോക്ക് പോണ്ടല്ലോ. എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ മോള് മിണ്ടാതിരിക്കുന്നേ. അത് പിന്നെ ആന്റി, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. പോയാ കൊള്ളാന്നുണ്ട്. എത്ര ദിവസമായി ഞാൻ ലീവ് എടുത്തിട്ട്. അപ്പോ നാളെ എനിക്കെന്തായാലും ജോലിയിൽ കയറണമെന്നാ. പക്ഷെ മോള്, നിനക്ക് സുഖമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ആന്റി, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. രാവിലെ തൊട്ടേ ഈ വൊമിറ്റിങ്ങിനുള്ള ഒരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു. ഒരു സഫോക്കേഷൻ ആയിരുന്നു. ഇപ്പോ വൊമിറ്റ് ചെയ്തപ്പോ അത് മാറി. എന്നാ അവര് പൊക്കോട്ടല്ലേ വെച്ചു. മോക്കിപ്പോ കുഴപ്പമില്ലെങ്കിൽ വെറുതെ എന്തിനാ പിടിച്ചു വെക്കുന്നേ?
അവര് പോയിക്കോട്ടെ. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തതല്ലേ, വെറുതെ ക്യാൻസൽ ചെയ്യണ്ട. അവര് പോയിക്കോട്ടെ അമ്മ. എനിക്ക് അവര് പോകുന്നോണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. മോൾക്ക് സുഖമില്ലാതായി കണ്ടപ്പോ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഇനി എന്താന്ന് വെച്ചാ അവരുടെ മട്ടം പോലെ ചെയ്തോട്ടെ. കണ്ണ, നിങ്ങള് നൈറ്റിലല്ലേ പോകുന്നേ? അല്ല അച്ഛമ്മ, ഞങ്ങളിപ്പോ അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങും. ഇപ്പൊ തന്നെ പോവാണോ? നീയല്ലേ കുറച്ചു മുന്നേ പറഞ്ഞേ നൈറ്റാ പോകുന്നേന്ന്? ആ അതെ, ഞാനപ്പോ സമയം നോക്കിയില്ല, ഇപ്പോഴാ നോക്കിയേ. 5 മണിക്കാ ഫ്ലൈറ്റ്. ഫ്ലൈറ്റിനോ? നിങ്ങൾ ഫ്ലൈറ്റിനാണോ പോകുന്നേ? ട്രെയിനിനാണെന്നല്ലേ നീ മുന്നേ പറഞ്ഞേ? ആ അതെ, ട്രെയിന് തന്നെയാ പോകുന്നേ. മാറിപ്പോയതാ അമ്മ. ഇപ്പൊ കുറച്ചായിട്ട് നീ വല്ലാതെ മാറുന്നുണ്ട്. ആ നിങ്ങളൊക്കെ ഒന്ന് ചെന്നേ, ഞങ്ങൾ രണ്ടാളും റെഡി ആയിട്ട് താഴോട്ട് വരാം. എന്താ? അത് നമ്മളെന്തിനാ നേരത്തെ ഇറങ്ങുന്നേ? രാത്രി 8 മണിക്കല്ലേ ഫ്ലൈറ്റ്? എന്റെ കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോവാന്ന് കരുതി. നിനക്ക് വോമിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പൊ പിന്നെ പോകുന്നതിന് മുന്നേ ഇവിടെ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാന്ന് കരുതി. ഏതായാലും അവിടെ എത്തിയിട്ട് നീ ജോലിക്കൊന്നും പോകണ്ട, റെസ്റ്റ് എടുക്ക്. എന്നാ താൻ റെഡിയായിട്ട് താഴോട്ട് വാ, ഞാൻ പോകുക. ചെറിയച്ഛനെ കണ്ട് ഇവിടെ അടുത്ത് ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ അപ്പോയിൻമെന്റ് എടുത്തേക്കാൻ പറയാം. ഒക്കെ പാക്ക് ചെയ്തില്ലേ? റെഡി അല്ലേ? എന്നാ പോയാലോ? ആ ചെറിയച്ച പോവാം. അച്ഛമ്മേ, ഞങ്ങൾ എന്നെ ഇറങ്ങുവാ. അമ്മേ, അച്ഛനോട് പറയണേ. ആ മോനെ, ഞാൻ പറഞ്ഞോളാം. മോളെ ശ്രദ്ധിക്കണേ. കണ്ണ, അവിടെ എത്തിയ ഉടനെ വിളിക്കണം, കേട്ടല്ലോ? രണ്ടുപേരും ദിവസം വിളിക്കാൻ പറ്റുകയാണെങ്കിൽ വിളിക്ക. അതാ അത്രയും ഞങ്ങൾക്ക് സമാധാനം. എന്തായാലും വിളിച്ചിരിക്കും. ഇനി അഥവാ ഞാൻ വിളിച്ചില്ലെങ്കിലും അച്ഛമ്മക്ക് വിവരങ്ങൾ അറിയാനേ ഇവിടെ ഒരു കൂട്ടുണ്ടല്ലോ. ആളെ വിളിച്ചാലും എന്നെ കിട്ടില്ലേ? ഓ, അങ്ങനെ ആയാലും മതി. പിന്നെ മോളോട് മോക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഫുഡും കഴിക്കരുത്, അവൻ എത്ര നിർബന്ധിച്ചാലും, കേട്ടോ? കേട്ടോ അച്ഛമ്മ, ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം. എന്നാ എന്റെ മക്കള് പോയിട്ട് വാ. കണ്ണ, ദേ നമ്മള് ഡോക്ടറെ അടുത്തെത്തി. ഓ എത്തിയാ? എന്നാ വേഗം കാണിച്ചിട്ട് പോവാം. താൻ ഇറങ്ങും. അല്ല, ഇത് ആരൊക്കെയാ വന്നേക്കുന്നേ? എന്താ മക്കളെ നിങ്ങൾ വിളിച്ചു പറയാഞ്ഞേ? അതമ്മ, ഞങ്ങള് മക്കളെ കാണാന്ന് കരുതി വന്നതാ. അവരിന്ന് തിരിച്ചു പോകുന്ന അഞ്ചു പറഞ്ഞിരുന്നു. അത് ശരി, നല്ല സമയത്താ നിങ്ങൾ വന്നേ. അവര് പോയല്ലോ നന്ദു. പോയോ? എപ്പോ? കുറച്ചേരം മുന്നേ ഇറങ്ങിയിട്ടുള്ളൂ അവര്. എന്തായാലും നിങ്ങൾ ഇവിടെ ഇരിക്ക്, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരാം. അവരെന്താ നേരത്തെ പോയേ? നൈറ്റില് പോകുന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞിരുന്നേ. ഞങ്ങളോടും അത് തന്നെ പറഞ്ഞിരുന്നേ. അത് കണ്ണന് സമയം മാറിയതാ. ഇപ്പഴാ അവൻ അറിഞ്ഞേ. സമയം മാറാനോ? 8 മണിക്കത്തെ ഫ്ലൈറ്റിന് പോകുന്നാണല്ലോ 5 പറഞ്ഞിരുന്നേ. അതിന് അവര് ഫ്ലൈറ്റിനല്ലല്ലോ പോകുന്നേ, ട്രെയിനിനല്ലേ? അല്ലമ്മ, ഈ സമയം മോക്ക് നല്ല ബുദ്ധിമുട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഫ്ലൈറ്റിന് തന്നെയാ പോകുന്നേ. ആണോ? എന്നാ എനിക്ക് മാറിപ്പോയതായിരിക്കും. മോളിന്ന് നല്ലപോലെ വൊമിറ്റ് ചെയ്തിരുന്നു. പാവം, ഞങ്ങൾ അവളോട് പറഞ്ഞതാ പോവണ്ടാന്ന്. പക്ഷെ രണ്ടിനും പോയേ പറ്റൂ. എന്ത് ചെയ്യാനാ? അയ്യോ, മോളിന്ന് വൊമിറ്റ് ചെയ്തോ? എന്നാ പിന്നെ പറഞ്ഞയക്കണ്ടില്ലായിരുന്നു അമ്മ ഈ അവസ്ഥയില്. ഞങ്ങളാണെങ്കി അറിഞ്ഞതുമില്ല. ഏയ്, താൻ വിഷമിക്കണ്ടടോ. അവക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആയിട്ട് തന്നെ പോയത്. സീ ഫുഡ് കഴിച്ചതിന്റെ അലർജിയാ. അതിനവക്ക് സീ ഫുഡ് അലർജി അല്ലല്ലോ. ഓ, ഇനി ഈ സമയത്ത് പറ്റുന്നുണ്ടാവില്ല, അതായിരിക്കും. മോള് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ അഞ്ചുമോക്ക് സീ ഫുഡ് അലർജി ഇല്ലേ? പിന്നെ അവളുടെ എന്തവസ്ഥയാ മോളീ പറയുന്നേ? അത് അഞ്ചു പ്രഗ്നന്റ് ആണല്ലോ, 2 മാസം കഴിഞ്ഞല്ലോ. എന്താ, അഞ്ചുമോള് പ്രഗ്നന്റ് ആണോ? 2 മാസം? എന്റെ ഭഗവാനെ,
ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അപ്പൊ കണ്ണൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു? ഇല്ല കിച്ചു, അവനൊന്നും പറഞ്ഞില്ല. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അഞ്ചുമോക്ക് ഇപ്പൊ കല്യാണം ആലോചിക്കുന്നുണ്ട്, അവക്കെന്തോ ജാതകദോഷം ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ അവൻ പറഞ്ഞേ. ഇതൊന്നും അവൻ ഞങ്ങളോട് പറഞ്ഞില്ല, അഞ്ചുമോളും പറഞ്ഞില്ല. ഓ, അപ്പൊ കണ്ണൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളേ അല്ലേ? ഇതൊന്നുമല്ല സത്യം അമ്മ. പിന്നെ എന്താ സത്യം? മോള് തന്നെ പറ. ഞാൻ പറയാം. അപ്പോ അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് കണ്ണൻ കള്ളം പറഞ്ഞതാണ് അല്ലേ? അതെ അമ്മ, അവര് തമ്മിൽ അങ്ങനെ ഒന്നുമില്ല. ഇൻഫാക്ട് അഞ്ജുവിന് സ്നേഹം, ലവ്, റിലേഷൻഷിപ്പ് ഇതൊന്നും വിശ്വാസം തന്നെ ഇല്ല. അതിന് കാരണം ഞങ്ങൾ കൂടിയാ. അത് ശരി, അപ്പോ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നേ അല്ലേ? അതെ, അതിനു വേണ്ടി തന്നെയാ. അല്ലെങ്കിൽ ഈ ജന്മത്തില് അഞ്ചു ഒരിക്കലും കല്യാണം കഴിക്കില്ലായിരുന്നു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എന്തായാലും ഈ കാര്യം ലക്ഷ്മി ഇപ്പൊ അറിയണ്ട, അവക്ക് നല്ല സങ്കടാവും, പാവാ. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. ഇല്ല, സമയാവുമ്പോ ലക്ഷ്മിയോട് അമ്മ തന്നെ പറഞ്ഞാ മതി. അമ്മക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? കാര്യങ്ങളൊക്കെ ഞങ്ങളും മുന്നേ പറയണമായിരുന്നു, പക്ഷെ ഞങ്ങൾ വിചാരിച്ചു അവനെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. എനിക്കെന്തിനാ പിള്ളേരെ നിങ്ങളോട് ദേഷ്യം? ഒരിക്കലുമില്ല. പിന്നെ സത്യങ്ങളൊക്കെ പറയേണ്ടത് കണ്ണന്റെ കടമയായിരുന്നു. അവനിങ്ങനെ ഓരോന്ന് വളച്ചൊടിച്ച് പറയുന്നു ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനി ഇതൊക്കെ ലക്ഷ്മി അറിയുമ്പോഴുള്ള പുകില ഞാൻ ആലോചിക്കുന്നേ. എന്തായാലും അവനുള്ളത് ഞാൻ കൊടുത്തോളാം. ലക്ഷ്മി പറയുന്നത് സത്യ, അവനെ ലാളിച്ച് വഷളാക്കിയത് ഞാനും മഹിയും കൂടിയാ. അതിനുള്ളത് അവൻ തന്നു, അങ്ങനെ കരുതാം. പിന്നെ നമ്മുടെ അഞ്ചുമോളല്ലേ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ടമ്മ. അഞ്ചു മനസ്സില്ലാ മനസ്സോടെ ആ കുഞ്ഞിന് വേണ്ടി മാത്ര ഈ കല്യാണത്തിന് സമ്മതിച്ചേ. അങ്ങനെ പാടില്ല. അവക്ക് കണ്ണനോടൊരു അറ്റാച്ച്മെന്റ് തോന്നണം. അവര് തമ്മിൽ ഒരു ലൈഫ് വേണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാ എന്റെയും ആഗ്രഹം. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. എന്തായാലും നമുക്ക് എല്ലാം ശരിയാക്കാം. അഞ്ചുമോക്ക് കണ്ണനോട് ദേഷ്യമൊന്നുമില്ല, അതെനിക്ക് മനസ്സിലായതാ. ആളോട് സ്നേഹമുള്ള പോലെ തന്നെയാ പെരുമാറുന്നത്. അതിന് ഞങ്ങളെ മുന്നിൽ കാണിക്കുകയാണെന്നറിയില്ല. എന്നാലും എല്ലാം റെഡിയാവും, എന്റെ മനസ്സങ്ങനെ പറയുന്നു. അങ്ങനെ പെട്ടെന്ന് കണ്ണനെ അക്സെപ്റ്റ് ചെയ്യാൻ അവൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, പ്രത്യേകിച്ച് അവളുടെ ഏജ്. അവളെക്കാളും 5 വയസ്സിന് താഴെയാണല്ലോ അവൻ. അതുകൊണ്ട് അവൻ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ അഞ്ജുവിന്. അഞ്ജുവിന് മാത്രല്ല, കണ്ണന്റെ കാര്യവും നമ്മൾ ചിന്തിക്കണം. അവനേക്കാൾ 5 വയസ്സ് കൂടുതലുള്ള അഞ്ജുവിനെ സ്വീകരിക്കാൻ അവനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നേ കണ്ണനേക്കാൾ 5 വയസ്സിന് മൂത്തതാണ് അഞ്ജു അല്ലേ? അതെ അമ്മ, എനിക്ക് മനസ്സിലായി ഇതൊന്നും നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലെന്ന്. എന്ത് ചെയ്യാനാ, എടിപിടിയെന്നായതുകൊണ്ട് എല്ലാം നമുക്ക് തുറന്നു സംസാരിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ആരും അത് ശ്രദ്ധിച്ചില്ല, അങ്ങനെ വേണം പറയാൻ. ഇപ്പോഴേലും സത്യങ്ങളൊക്കെ അറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ എന്തായിരുന്നു. എന്തായാലും ഇവിടെ ആരോടും ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അവര് അറിയാത്തത് തന്നെയാ നല്ലത്. സമയമാകുമ്പോ എല്ലതും ഞാൻ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കാം. ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ലക്ഷ്മിക്കൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും, അതുറപ്പാ. അവള് ടിപ്പിക്കൽ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ചിന്തിക്കുന്ന പോലെ അത്രയും പുരോഗമനമൊന്നും ലക്ഷ്മിക്കില്ല. അതൊരു പാവ, അതുകൊണ്ടാ. സോ നിങ്ങളതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്തായാലും നമുക്ക് എല്ലാം ശരിയാക്കാം. പിന്നെ അഞ്ജുന്റെ കണ്ണന്റെ കാര്യം അത് എനിക്ക് വിട്ടേക്ക്. അവരെങ്ങനെയും ഞാൻ ഒരുമിപ്പിച്ചോളാം. അവർക്കിടയിൽ ഒരു പ്രണയം വന്നാ ഈ പ്രശ്നമൊന്നുമില്ല. ഏജോ ഒന്നും ഇൻസെക്യൂരിറ്റിയോ ഒന്നും ഉണ്ടാവില്ല. കേട്ടിട്ടില്ലേ, പ്രണയത്തിന് കണ്ണും മൂക്കൊന്നുമില്ല. അപ്പോ ആദ്യം അവര് തമ്മിൽ സ്നേഹിക്കട്ടെ, അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. അഞ്ജു എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ വൊമിറ്റ് ഒന്നും ചെയ്തില്ലല്ലോ? ഇല്ലടാ, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. മെഡിസിൻ എടുത്തിരുന്നല്ലോ.
എന്നാ നമുക്ക് പോവല്ലേ? ആ, എങ്ങോട്ട്? താനെന്താ ഇവിടെ? അത് ശരി, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകാൻ വന്നതല്ലേ. എങ്ങോട്ട്? അഞ്ജുവിന്റെ ഫ്ലാറ്റിലോട്ടല്ലേ നിങ്ങൾ പോകുന്നേ, അപ്പൊ അങ്ങോട്ട് തന്നെ. ആര് പറഞ്ഞു? ഞാൻ താമസിക്കുന്നിടത്താണല്ലോ പോകുന്നേ. അല്ല, എന്റെ ഫ്ലാറ്റിലോട്ടാ ഞാൻ പോകുന്നേ. അത് പറ്റില്ല. ഞാൻ തന്റെ കൂടെ വരില്ല. ഞാൻ എവിടെയാണോ അവിടെ താനുണ്ടാവണം. അതെ, എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്ക് എന്റെ വീട്ടിലോട്ട് തന്നെ പോണം. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എനിക്ക് എന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെ പോണം. സോ എന്റെ പൊന്നുമോള് എന്റെ കൂടെ വരാൻ നോക്ക്. കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ കൂടെയാ താമസിക്കേണ്ടേ. അതെ, ആ വണ്ടിയില്ലേ, ആ വണ്ടിയിലോട്ട് കയറിക്കോ. തന്നോട് മര്യാദക്കാ ഞാൻ പറഞ്ഞേ. എനിക്ക് എന്റെ ഫ്ലാറ്റിലോട്ട് പോണം. എനിക്ക് അവിടെ മാത്രം താമസിച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ താൻ എന്റെ കൂടെ പോരും. അയ്യോ, രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? ഇപ്പൊ എന്താ പ്രശ്നം? അഞ്ജുവിന് ഫ്ലാറ്റിൽ പോണം, നിനക്ക് തന്റെ അപ്പാർട്ട്മെന്റിലും പോണം. സോ രണ്ടുപേരുടെ ബൈക്ക് പൊക്കോ, അതല്ലേ നല്ലത്. യെസ്, താൻ പറഞ്ഞത് കറക്റ്റാ. അവൾ അവളുടെ ഫ്ലാറ്റിലോട്ട് പൊക്കോട്ടെ, ഞാൻ എന്റെ അപ്പാർട്ട്മെന്റിലോട്ട് പൊക്കോളാം. അത് തന്നെയാ ബെറ്റർ. അങ്ങനെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് എന്റെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതിയല്ലോ. പഴയ ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കാം. വെറുതെ ഇവളെ എന്റെ കൂടെ കൂട്ടി തലയിൽ ഭാരാക്കണ്ട. സോ ഞാൻ പോകുക. യു ഗൈസ് ക്യാരി ഓൺ. ബൈ. അഞ്ജു, എന്നാ ഇനി നമുക്ക് പോവല്ലേ? പോവാം. അഹങ്കാരി, അവക്കെന്താ എന്റെ കൂടെ ഇങ്ങോട്ട് പോന്ന? എന്റെ കൂടെ അല്ലേ വരേണ്ടേ? ഷീറ്റ്, പുല്ല്, എന്തെങ്കിലും ചെയ്യട്ടെ. പോയി ഫ്രഷ് ആവാം. ഓ, ഇതാരാ? അച്ചൂസാണല്ലോ. എന്ത് ചെയ്യും? എടുക്കാം. ഹലോ അച്ചൂസ്. ആ, ഞങ്ങളിപ്പോ എത്തി. അവക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. പിന്നെ വൊമിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അച്ഛമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? അച്ഛമ്മ അവള് ഫ്രഷ് ആവാൻ കയറിയേക്കുവാ. ഞാൻ അവള് വന്നിട്ട് വിളിക്കാൻ പറയാം. എൻ്റെ ഈശ്വര, ജസ്റ്റ് മിസ്. അവൾ എൻ്റെ കൂടെ എല്ലാന്നെങ്ങാനും അറിഞ്ഞിരുന്നേ പാളിപ്പോയേനെ. എന്തായാലും അവളോട് വിളിച്ച് പറയാം. അയ്യോ, അച്ഛമ്മയാണല്ലോ. എന്ത് ചെയ്യും? എന്റെ പെണ്ണെ വിളിക്കുന്നേ. മിക്കവാറും അവനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അതായിരിക്കും. എടുക്കാം, അല്ലെങ്കിൽ പണിയാവും. ഹലോ അച്ഛമ്മ. ഞങ്ങൾ എത്തിയല്ലോ. ഇല്ല അച്ഛമ്മ, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ബാത്റൂമിൽ ഫ്രഷ് ആവാൻ പോയതാ. ഞാൻ പറയാം അച്ഛമ്മ. ഗുഡ് നൈറ്റ്. ഷിറ്റ്, ആരുടെ അമ്മൂമ്മക്ക് ഉണ്ടാക്കാനോ അവൾ ഈ നേരത്ത്? എത്ര നേരം ഞാൻ വിളിക്കുന്നു. ആരോടാ അവൾ ഈ സമയത്ത് സംസാരിക്കുന്നേ? പുല്ല്. അവളിനി എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എന്തായാലും പോയി ഫ്രഷായി കിടക്കാൻ നോക്കട്ടെ. അച്ഛമ്മ ഇനി വിളിക്കില്ലായിരിക്കും. നാളെ രാവിലെ അവളോട് അങ്ങോട്ട് വിളിക്കാൻ പറയാം. ദേ, അച്ചൂസ് വീണ്ടും വിളിക്കുന്നു. അച്ഛമ്മക്ക് ഇന്ന് ഉറക്കമൊന്നുമില്ലേ? എന്താ ചെയ്യാ? എന്തായാലും എടുക്കാം, എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഒപ്പിക്കാം. അച്ചൂസിന് ഇന്ന് ഉറക്കമൊന്നുമില്ലേ? വന്നു. അവള് കിടന്നു. ക്ഷീണാണോ എന്തോ പറഞ്ഞ് അവള് കിടന്നു. അത് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാനേ. എന്താ അച്ചമ്മേ? എന്തായാലും നാളെ പറഞ്ഞാ പോരെ? അവള് പാകെ ടയേർഡായി കിടന്നു, അതാ. അച്ചമ്മേ, ഇപ്പൊ വേണോ?
അവള് നിന്റെ കൂടെ ഇല്ലല്ലോ അല്ലേ? ആ അച്ഛസ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളിതാ എൻ്റെ കൂടെ ഇവിടെ കിടക്കുമല്ലേ? ആണോ? എന്നാ എന്റെ പൊന്നും കൊടുക്ക്. ആ അത് അവൾ ഉറങ്ങി അതാ. ദേ കണ്ണാ, നിന്റെ വെളച്ചിൽ എന്റെ അടുത്ത് എടുക്കണ്ട. കൊടുക്കട ഫോൺ. അച്ഛമ്മേ അത് പിന്നെ നാളെ. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ട്ടോ കണ്ണാ. പറ, അവള് നിന്റെ കൂടെ ഇല്ലേ? ഇല്ല. പിന്നെ അവളെവിടെ പോയി? നിങ്ങൾ രണ്ടോ വേറെ വേറെ റൂമിലാണോ കിടക്കാറ്? അല്ല, പിന്നെ അവള് അവളുടെ ഫ്ലാറ്റിലാ, ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിലും. അതെന്താ അങ്ങനെ? നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇവിടുന്ന് പോന്നപ്പോ ഭാര്യയും ഭർത്താവും അല്ലാണ്ടായി മാറിയോ? അല്ല, അവള് അങ്ങോട്ട് പോയി അതാ. ഓ, ഇത്ര വയ്യാതായ അവള് അങ്ങോട്ട് തനിച്ചു പോയോ? അവളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടാണോ അവളുടെ ഈ കണ്ടീഷനിൽ അവള് നോക്കേണ്ടത്? അല്ല, അവള് എൻ്റെ കൂടെ വന്നില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കം. അപ്പൊ അവള് അങ്ങോട്ട് പോയി. ആണോ? എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ പിണക്കം? അത് പിന്നെ എന്തിനാ എന്റെ പൊന്നു കണ്ണ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നേ? ഞാൻ എല്ലാം അറിഞ്ഞു. അവളിപ്പോ 2 മാസം പ്രഗ്നന്റ് ആണ് അല്ലേ? നീ എത്ര കാലത്ത് ഞങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെക്കും? അച്ഛമ്മ എങ്ങനെ അറിഞ്ഞു? പിന്നെ നീ പറഞ്ഞില്ലെന്ന് കരുതി ഞങ്ങൾ ആരും അറിയില്ലെന്ന് കരുതിയോ? അങ്ങനല്ല അച്ഛമ്മ, എനിക്ക് എല്ലാം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് സങ്കടാവൂന്ന് കരുതിയിട്ടാ ആരോടും. ഒന്നും കേൾക്കണ്ട. ഇവിടെ ഇന്ന് നന്ദവും കിച്ചും വന്നിരുന്നു. അവര് എല്ലാം പറഞ്ഞു, തൃപ്തിയായി. എന്നാലും നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി കണ്ണ ഞങ്ങളോടിത്? ഇത് നിന്റെ അച്ഛനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അവരൊക്കെ ഇത് അറിഞ്ഞാൽ എങ്ങനെ സഹിക്കും? സോറി അച്ഛമ്മ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇതാണോ അബദ്ധം? ഇങ്ങനെയാണോ നിന്നെ ഞങ്ങൾ പഠിപ്പിച്ചേ? ഇതിപ്പോ ഞാനൊന്നും പറയുന്നില്ല, നീ ആയതുകൊണ്ട് മാത്രം എനിക്കൊന്നും പറയാൻ പറ്റാതെ. എന്നാലും ഉടനെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ശരിയാക്കി തരാൻ ഞാൻ. അച്ഛമ്മ പ്ലീസ്. ഇനി നീ ഒന്നും പറയണ്ട കണ്ണ. നീ ചെയ്തത് തെറ്റ് തന്നെയാ. എന്നിട്ട് അത് മറച്ചു വെച്ച് കല്യാണം നടത്തിയേക്കുന്നു. എന്താ പറഞ്ഞത്? നിങ്ങൾ 2 വർഷമായിട്ട് സ്നേഹത്തിലാന്നല്ലേ? കാണുന്നുണ്ട് നിങ്ങൾ സ്നേഹം. പിന്നെ മര്യാദക്ക് രണ്ടും ഒരിടത്ത് നിൽക്കണം. അവൾ അവിടെ, നീ ഇവിടെ. അങ്ങനെ പറ്റില്ല. ഞാൻ വരുമ്പോ രണ്ടിനെയും ഒരുമിച്ചല്ലാണ്ട് കണ്ട. ഞാൻ വന്നിട്ട് വേണം എല്ലാം ശരിയാക്കാൻ. കാണിച്ചു തരുന്നുണ്ട്. അച്ഛമ്മക്ക് അങ്ങനെ മനസ്സിലായി അവൾ എന്റെ കൂടെ ഇല്ലെന്ന്? നീ എന്താ മോനെ വിചാരിച്ച് ഞാൻ പൊട്ടിയാണെന്നോ? നേരത്തെ ഞാൻ വിളിച്ചപ്പോ നിന്റെ സംസാരം കേട്ടപ്പോ തന്നെ എനിക്ക് വശപ്പിച്ചൊക്കെ തോന്നിയതാ. അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചു. അവളും നീ പറഞ്ഞ അതേ ഡയലോഗ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി രണ്ടും ഒരിടത്തല്ലാന്ന്. എന്തായാലും എന്റെ അച്ഛസ് വല്ലാത്ത ജീനിയസ് തന്നെ. എന്റെ ജീനിയസ് ഒക്കെ എന്താന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പൊ എന്റെ മുൻ കിടന്നുറങ്ങ്. പിന്നെ അവളെ ഒറ്റക്ക് വിടരുത്. അവളുടെ ഇപ്പത്തെ അവസ്ഥ അറിയാലോ. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളുടെ പ്രശ്നം കുഞ്ഞിനെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവണം. മനസ്സിലായോ? മനസ്സിലായ അച്ഛമ്മ. എന്നാ ശരി, കിടന്നു. എന്താ ഇവിടെ ഉണ്ടായേ? അച്ഛമ്മ എല്ലാം അറിഞ്ഞു. ഇനിയിപ്പോ ഒരു കലാശക്കൊട്ട് അച്ഛമ്മ വന്നതിന് ശേഷം കാണാം. എൻ്റെ ഈശ്വര, എന്തേലും ആവട്ടെ. ഇനിയിപ്പോ ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. എന്താ വയറിനൊരു അസ്വസ്ഥത? ഛർദി കാരണം. അഞ്ചു ഇതുവരെ എണീറ്റില്ലേ? പോയി നോക്കാം. എന്നിട്ട് വേണം ഓഫീസിലോട്ട് പോവാൻ. ഒരാഴ്ചയായിട്ട് ലീവാ. എന്നെങ്കിലും പോവാൻ പറ്റിയാൽ മതിയായിരുന്നു. അഞ്ചു, അഞ്ചു, എന്താടി വീണ്ടും വോമിറ്റിംഗ് തുടങ്ങിയോ? നീ ആ മുഖമൊക്കെ ഒന്ന് കഴുക്. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇതാ, ഇനി വെള്ളം കുടിക്ക്. അപ്പോ എന്റെ ഇന്നത്തെ പോക്ക് ക്യാൻസർ. ഞാനൊന്ന് വിളിച്ചു പറയട്ടെ? വേണ്ട റോസ്, നീ പൊക്കോ. ഇപ്പൊ തന്നെ 1 വീക്കായി നീ ലീവ്. വെറുതെ ഇനിയും ലീവാക്കണ്ട. ഇതെനിക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. അതൊന്നും പറ്റില്ല. നിനക്കങ്ങനെ പറയാം.
എന്ന് കരുതി ഈ അവസ്ഥയിൽ നിന്നെ തനിച്ചാക്കി എനിക്ക് പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ലീവാക്കുക. എൻ്റെ പൊന്നു റോസ്, നീ ഞാൻ പറയുന്ന കേൾക്ക്. എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂന്ന്. നീ പൊക്കോ. ശരിയെന്നാ, നീ പറയുന്ന പോലെ തന്നെ നടക്കട്ടെ. ഞാൻ പൊക്കോളാം. പക്ഷെ നിന്നെ ഞാൻ തനിച്ചിവിടെ ആക്കില്ല. അതിനെന്ത് വേണമെന്ന് എനിക്കറിയാം. അതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ പോവാ. ബൈ. റെസ്റ്റ് എടുക്ക്. അമ്മയാണല്ലോ. ഹലോ അമ്മ. ആ മോളെ, എന്താ പറ്റി? നിന്റെ വോയിസ് ഒക്കെ ആകെ വല്ലാണ്ട്. സുഖമല്ല നിനക്ക്? ആ, കുഴപ്പമൊന്നുമില്ല അമ്മ. ഇപ്പോ വോമിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ? ആ, ഒരാഴ്ചയായിട്ട് വോമിറ്റിംഗ് തന്നെയാണ്. അതുണ്ടാവും മോളെ. നീ നല്ല ടയേർഡ് ആയിട്ടുണ്ട്. നിന്റെ സൗണ്ട് കേട്ടാലേ അറിയാം. അല്ല, എന്നിട്ടിപ്പോ നീ തനിച്ചാണോ? ആ, അതെ. ഞാൻ റോസിന്റെ കൂടെ എന്റെ അപ്പാർട്ട്മെന്റിലാ. എന്തിനാ മോളെ നീ അവിടെ പോയി നിന്നേ? അത് പിന്നെ എവിടെയാ എനിക്ക് സുഖം. ഇനി എന്തായാലും അത് വേണ്ട. നീ എന്റെ ഫ്ലാറ്റിലോട്ട് പോക്കോ. ആ, അത് വേണ്ടമ്മ. അതെന്താ? നീ ഞാൻ പറയുന്നത് കേൾക്ക്. അല്ല, അമ്മ വരുന്നുണ്ടോ? ഞാൻ എന്തായാലും ഒരാഴ്ച കൊണ്ട് വരും. എന്നാ അമ്മ വന്നിട്ട് ഞാൻ വരാം. അത് പറ്റില്ല. നീ പൊക്കോ. അവിടെയാണെങ്കിൽ നിനക്ക് ലീലേച്ചി ഉണ്ടല്ലോ നോക്കാന്. ഇതിപ്പോ റോസ് മോൾക്ക് നല്ല ബുദ്ധിമുട്ടാവില്ലേ? അവള് ഒരാഴ്ചയായിട്ട് ലീവാണെന്നൊക്കെ പറഞ്ഞു. അതമ്മ. ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? എന്നാ പിന്നെ നീ ഫ്ലാറ്റിലോട്ട് പോക്കോ. ലീലേച്ചി അവിടെ കൂട്ടിന് എപ്പോഴും ഉണ്ടാവുമല്ലോ. മോളെന്തായാലും റെഡി ആയി നിക്ക്. നിന്നെ കൊണ്ടുപോകാൻ കണ്ണനിപ്പോ വരും. വാട്ട്? അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നീ എന്താ അഞ്ചു പറയുന്നേ? അവനല്ലേ നിന്നെ നോക്കേണ്ടത്. നിങ്ങളിപ്പോ മാരീഡ് അല്ലേ? അയ്യോ, നിനക്ക് ഇതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആവാൻ സമയം വേണ്ടി വരും. അതിന് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അകന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരുമിച്ച് നിൽക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ഈ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവനല്ലേ നിന്നെ നോക്കേണ്ടതും പിടിക്കേണ്ടതും ഒക്കെ. നിങ്ങൾ അന്ന് ഇവിടുന്ന് വന്ന ഉടനെ തന്നെ രണ്ട് വൈക്കായത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഞാനത് അറിഞ്ഞില്ല. അങ്ങനെ എനിക്ക് സമ്മതിക്കില്ലായിരുന്നു. ഇന്നാ റോസ് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഇനി എന്തായാലും അത് പറ്റില്ല. അവൻ വരും. അവന്റെ കൂടെ നീയും ഫ്ലാറ്റിലോട്ട് പോകണം. ഇനി രണ്ടുപേരും ഫ്ലാറ്റിൽ താമസിച്ചാൽ മതി. മനസ്സിലായോ നിനക്ക്? എന്നാ മോള് പോയി റെഡി ആയിക്കോ. ഓക്കെ ഓക്കെ, ബൈ. ടേക്ക് കെയർ. അപ്പോഴേക്ക് എത്തിയാ? ഓ, ഇവനിത് എനിക്ക് പൊട്ടിക്കോ? എന്റെ ഈശ്വര. എന്താ എൻ്റെ വൈഫിക്ക് ഡോറ് തുറക്കാൻ ഇത്ര താമസം? ഞാൻ എത്ര നേരമായി ബെല്ലടിക്കുന്നു. എന്തെടുക്കുമായിരുന്നു? എന്താ എല്ലാം തന്നോട് പറയണമെന്ന് നിർബന്ധമുണ്ടോ? ഓ വേണ്ടായോ, പറയേണ്ടവരെല്ലാം പറഞ്ഞില്ലേ. എന്നാ ഞാൻ അകത്തോട്ട് വന്നോട്ടെ. ഒന്ന് മാറി നിൽക്ക് വേണേ. അതെ, എൻ്റെ സൗന്ദര്യം നോക്ക്, പിന്നെ ആസ്വദിക്കാം. എൻ്റെ മോള് ചെന്ന് നിനക്ക് എന്താണോ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഒക്കെ എടുത്തിടുക. പോവാം നമുക്ക്. നീ എന്താ അഞ്ചു അന്ത വിട്ടിരിക്കുന്നേ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞ് ലഗേജ് എടുത്ത് വരാൻ. അതെ, താൻ ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്കറിയാം എന്റെ വീട്ടിലോട്ട് പോവാൻ. താൻ പൊക്കെ. ഓക്കെ, അങ്ങനെയാണോ? ഞാൻ പൊക്കോളാം. എന്നാ താൻ തന്നെ അത് ആൻറ്റിയോട് വിളിച്ച് പറ. ആൻറ്റി എന്നോട് വിളിച്ച് പറയട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ പൊക്കോളാം. യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. താനങ്ങ് പോയാ മതി. അങ്ങനെ പറ്റില്ലല്ലോടി. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ വിളിച്ചോളാം. ആൻറ്റിനോട് നിനക്ക് എൻ്റെ കൂടെ വരാൻ സമ്മതമല്ലോ എന്ന് ഞാൻ പറഞ്ഞോളാം. ഓക്കെ? എന്താ അവളുടെ നാവിറങ്ങിപ്പോയേ? ഇപ്പൊ അവൾക്കൊന്നും പറയണ്ടേ? എന്നോട് അവളുടെ കളി. എന്നാ ഞാൻ ആൻറ്റിക്ക് വിളിച്ച് പറയട്ടെ. താനെങ്ങാനും എന്റെ അമ്മയെ വിളിച്ചാ നീ എന്ത് ചെയ്യും? പറയടി. അതെ, നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റിന്റെ കാര്യം
നിന്റെ അമ്മക്കും പപ്പക്കും അറിയില്ലെന്ന് എനിക്കറിയാം. അവരിത് റിയൽ മാരേജ് ആയിട്ട് തന്നെയാ കണ്ടേക്കുന്നതെന്നും അറിയാം. സോ ഞാൻ അതുകൂടി പറയട്ടെ? പറയടി മോളെ. താനെന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഏയ്, ഈ ചീള കേസും പറഞ്ഞ് ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തുവോ? ഏയ്, മോശം മോശം. ഇനി ആണെങ്കിൽ തന്നെ എനിക്കൊരു ചുക്കുമില്ല. നിന്നെ പോലെ ഭൂലോക കള്ളത്തരം പറഞ്ഞിട്ടല്ല ഞാൻ ഈ മാരേജ് നടത്തുന്നേ. ഈ ഒരു കോൺട്രാക്ടിന്റെ കാര്യം മാത്രമേ ഞാൻ അവരോട് മറച്ചു വെച്ചിട്ടുള്ളൂ. നിന്റെ പാരന്റ്സിന്റെ അടുത്തുനിന്ന് നീ എന്തൊക്കെ മറച്ചു വെച്ച ഈ കല്യാണം നടത്തിയതെന്ന് ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഓ ഓ, മനസ്സിലായി മനസ്സിലായി. ഞാൻ നിന്റെ പാരൻസിനോട് പറഞ്ഞ നീ എൻ്റെ പാരൻസിനോട് പറയുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. നിനക്ക് ആരോട് വേണമെങ്കിലും പറയാം, എനിക്കൊരു പ്രശ്നവുമില്ല. ഇവൻ എന്താ ഇങ്ങനെ പറയുന്നേ? അപ്പൊ അവന്റെ വീട്ടിലറിഞ്ഞോ അവനൊരു പ്രശ്നവുമില്ലേ? അതെ, ഞാൻ അവരോട് പറയില്ല എന്നുള്ള തന്റെ വിശ്വാസത്തിന്റെ പുറത്താണ് തന്റെ ഈ കോൺഫിഡൻസ് എങ്കിൽ തനിക്ക് തെറ്റി. ഞാൻ എന്തായാലും പറയും. അവരെല്ലാരും അറിയട്ടെ കൊച്ചുമോന്റെ ലീലാവിലാസങ്ങൾ. അതിനെന്താ, നീ ഇപ്പൊ തന്നെ പറഞ്ഞു. ഞാൻ തന്നെ അച്ഛമ്മയെ വിളിച്ചുതരാം. എന്താ, നിനക്ക് വിളിക്കണ്ടേ? തന്റെ പ്രശ്നം എന്താണോ? എന്നെ വെറുതെ വിട്ടൂടെ? അത് കൊള്ളാലോ. എനിക്ക് നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റും? എന്റെ കൊച്ചല്ലേ നിന്റെ വയറ്റിൽ. അവന്റെ ഒരു കൊച്ച് ഏത് സമയത്താവും എന്റെ ഈശ്വര. അതെ, എനിക്കിങ്ങനെ വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. പോയിട്ട് കുറെ പരിപാടി ഉള്ളതാ. താൻ പോയി ലഗേജ് എടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ? തന്നെ ഇവിടെ ആരും പിടിച്ചിരുത്തിയിട്ടൊന്നുമില്ലല്ലോ. തനിക്ക് പോവാം. അതെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മര്യാദക്ക് ലഗേജ് എടുത്തോണ്ട് വാടി. യു തോൻ കുറെ നേരമായാലോ. ഡോണ്ട് കോൾ മീ ഇടിപൊടി ബോഡി. ഐ ആം എൽഡർ ദാൻ യു. സോ വാട്ട്, യു ആർ മൈ വൈഫ് നൗ. എടി അഞ്ജലി, അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. എന്താ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ എൻ്റെ സ്ഥാനം കൊണ്ട് തന്നെയാ നിന്നെ കാണുന്നത്. ഭർത്താവ് എന്ന സ്ഥാനം കൊണ്ട്. അല്ലാണ്ട് എൻ്റെ വയസ്സിൻ്റെ സ്ഥാനം കൊണ്ട് നിന്നെ ഞാൻ ബഹുമാനിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. എന്നേക്കാൾ 5 വയസ്സ് കൂടുതലാണെന്ന് കരുതി എൻ്റെ ഭാര്യയെ കയറി ചേച്ചി എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. സോ നീയും അതുപോലെ എന്നെ ഭർത്താവെന്ന സ്ഥാനം കൊണ്ട് കാണാൻ നോക്ക്. അയ്യടാ, ഒരു ഭർത്താവ് വന്നേക്കണം.